ഞാൻ 2 ദിവസം മുന്നേ എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ലീവിലായിരുന്നു, നമ്മളെ പെരുന്നാളിൽ ലീവിലായിരുന്നു. അപ്പോൾ ഞാനിത് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഈറടിക്കുകയായിരുന്നു. അപ്പോൾ ഈറടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നല്ല കുറച്ച് നേരം മൊബൈൽ കളിക്കും. മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് പെട്ടെന്ന് കണ്ണിൽ പെട്ടത് വീടിൻ്റെ അടുത്ത് മറ്റേ മാവുണ്ട്. മാവിൻ്റെ നേരെ പോയിട്ട് കണ്ണുടക്കി പൊട്ടിച്ച് എനിക്കറിയണ രീതിയിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ടും പിന്നെ ഞാൻ മറ്റേ മാങ്ങ ജ്യൂസൊക്കെ ഞാൻ കുടിച്ചത് കേട്ടോ. പച്ചമാങ്ങ ജ്യൂസ് അടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ആ സാധനം ഞാൻ ട്രൈ ചെയ്ത്. എനിക്ക് ഭയങ്കര ചൂടായിരുന്നു. എനിക്ക് ഈ ചൂട് പറഞ്ഞാൽ തീരെ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് ഉണ്ടാക്കി കുടിച്ച്. അപ്പോൾ ആ വീഡിയോയിലേക്കാണ് നിങ്ങളോട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഗൈസ്, കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ മാവുണ്ട്, അവിടെ മാവുണ്ട്. അങ്ങനെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. എന്താ പരിപാടി എന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നല്ല ചൂട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കണ്ട ഷീറ്റാണ്. ഈ വീട് ഉണ്ടാക്കണോണ്ട് തന്നെ നമ്മളെന്താക്കിയത് ജസ്റ്റ് താൽക്കാലികമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉപ്പ ഉണ്ടാക്കിയ ഒരു വീടാണിത്. നല്ല ചൂട്. അപ്പോൾ അതേ കറണ്ട് പോയിക്കായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ചൂടിച്ചിട്ട് സഹിക്കണമില്ല. നമ്മളുടെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാം. മാങ്ങ ജ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചിട്ടാ. എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എന്താ കത്തി കൊണ്ട് കേട്ടോ, കത്തി കിട്ടി. അപ്പോൾ ഓരോ സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ ചെറുനാരങ്ങ, ഇഞ്ചി, പിന്നെന്താ അത് നമ്മുടെ ഇതാട്ടോ, നമ്മുടെ ഏലക്ക കുറച്ചുള്ളൂ. പിന്നെ ജീരക ഞാൻ ചിലപ്പോൾ ഇടില്ല, ചിലപ്പോൾ ഇടും കേട്ടോ. ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇടാറൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചെത്തി നമുക്ക് ജസ്റ്റ് ചെറിയൊരു പീസാക്കാം. അപ്പോൾ പഞ്ചസാര ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പ്ലേറ്റ്. അപ്പോൾ ഈ പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യാം. പ്ലേറ്റ് പറഞ്ഞാൽ ഞാൻ നല്ല പ്ലേറ്റൊന്നും കണ്ടില്ല. അപ്പോൾ നല്ല പ്ലേറ്റിൽ കണ്ടത് ഇതാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സംഭവം സെറ്റ്. അതാ മാങ്ങ, പിന്നെ കുറച്ച് ഇഞ്ചി, നാരങ്ങ, പിന്നെ ഇത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ആദ്യം ജാറിലിട്ട് ഒന്ന് പേസ്റ്റാക്കാം. എന്താ ജാറൊക്കെ നമ്മൾ കഴുകി കൊടുക്കുന്നുണ്ട്. കഴുകണം അതല്ല, എന്നാലും ഒരു ഇത് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇടണേ. കുറച്ചടി കിടക്കട്ടെ, വെളിപ്പൊട്ടെ ഒരു നമുക്ക് തിന്നാം. ഭയങ്കര പുളി. നമ്മൾ കുഴിച്ചിട്ട് വളർന്ന മാങ്ങ എടുക്കുന്ന ഒരു രസമുണ്ടല്ലോ. കുറച്ച് നാരങ്ങ, ഇത് വേറെ തന്നെ. എൻ്റെ അబ్బ ഒരു 1 2 നമുക്ക് ഇത്ര മതിയിട്ടാ. ജസ്റ്റ് ഒന്ന് കഴുകി ഇടുന്നു. ശാകലട്ടാ, അത് എത്ര മതി. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, എന്നാലും ശകലം ഉപ്പ് ട്രൈ ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ആദ്യമായിട്ടിടണമെന്ന്. ഇരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിച്ചു. സ്വിച്ച് ബോർഡ് ഓപ്പോസിറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. സ്വിച്ച് ബോർഡല്ല, സ്വിച്ച് ഇതാണ്. ഇത് ഓഫ്, ഇത് ഓണ്. അല്ലാത്തത് നമ്മളങ്ങനെ പേസ്റ്റ് ആക്കിയില്ല. ഇനി വെള്ളം ഒഴിക്കട്ടാ. വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മതിയോ? മതി. ഇനി ഒന്ന് അടിച്ചെടുക്കുക, അരിക്കുക, കുടിക്കുക. നമുക്കങ്ങനെ അരിപ്പ കിട്ടിയിട്ടുണ്ട്. അരിപ്പ വെച്ച് ചാറിങ്ങനെ എടുത്ത് കട്ടിയിലട്ടാ ജ്യൂസുകൾ.
അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ ജ്യൂസ് റെഡി. റെഡി, വേറെ ലെവല്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, സത്യമായിട്ടും ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ ഉണ്ട്, ഇഞ്ചിയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്, ഏലക്ക ഒരു ടേസ്റ്റ്, നാരങ്ങ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് അറിയുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ അറിയുന്നുണ്ട്. പൊടി ഓഹോ, ചൂടുള്ള സമയത്ത് കുടിക്കാൻ ബെസ്റ്റ് സാധനം, ബെസ്റ്റ് ഒന്നും പറയാല്ല, ബെസ്റ്റ് സാധനം. ഉപ്പ കൊണ്ടുകൊടുക്കാം. ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഉപ്പാക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഉപ്പ നല്ല ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഇതിലിപ്പോൾ എന്തുണ്ടായി വെച്ച് കഴിഞ്ഞാൽ, തണുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ കണ്ട് കയറിയിട്ട് വന്ന്. തണുപ്പിക്കാണ്ട് കുടിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞ് ടേസ്റ്റ് ഉണ്ട് പറഞ്ഞ്. തണുപ്പിച്ചപ്പോൾ കൊടുത്തപ്പോൾ പറഞ്ഞു നല്ല പുളിയാണ് പറഞ്ഞ്. അതാണ് മുഖത്തുള്ള എക്സ്പ്രഷൻ. ഇവന് ഉറക്കത്തിൽ നിന്ന് എണിച്ച് തന്നെ പപ്പും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.